ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്നേഷാം വ്ലോഗ്. അപ്പോൾ നമ്മൾ ബുക്ക് റീഡിങ്ങിന്റെ 8th ഡേ ആണ്, 8ാമത്തെ ദിവസമാണ് നമ്മൾ ഈ ബുക്ക് വായിക്കുന്നത്. ദ ബുക്ക് ഓഫ് വുമൻ, ഓഷോയുടെ. ഇത് KPS സമത മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്ത സ്ത്രീ എന്ന ഈ പുസ്തകമാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 43ാമത്തെ പേജിൽ എത്തിയിരിക്കുകയാണ്. 43ാമത്തെ പേജിൽ വിവാഹം എന്ന് തുടങ്ങുന്ന ഈ ഹെഡ്ലൈൻ മുതലാണ് നമുക്ക് വായിക്കാനുള്ളത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഞാൻ അധികം വലിച്ചിട്ട് സമയം കളയുന്നില്ല. വിവാഹം എന്തുകൊണ്ടാണ് പുരുഷനും സ്ത്രീക്കും സുഹൃത്തുക്കളായിരിക്കാൻ സാധ്യമല്ലെന്ന് വരുന്നത്? ഒന്നുകിൽ പുരുഷനും ഭാര്യയും എന്ന വ്യക്തമായ ഒത്തുതീർപ്പ്, അല്ലെങ്കിൽ വെറുപ്പിൽ കലാശിക്കുന്ന കന്ദർഭ ജ്വരം. എന്തുകൊണ്ടാണ് പുരുഷനും സ്ത്രീക്കുമിടയിൽ ഇത്രമാത്രം വൃത്തികേട്? അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. വിവാഹമാണ് മനുഷ്യൻ കണ്ടുപിടിച്ച ഏറ്റവും ഹീനമായ ആചാരം. അത് നൈസർഗികമല്ല. അത് സ്ത്രീയെ കുത്തകയാക്കി വെക്കാൻ കണ്ടെത്തിയ ഉപായമാണ്. അവളെ ഒരു തുണ്ടം ഭൂമി പോലെയോ കറൻസി പോലെയോ ആണ് കണക്കാക്കുന്നത്. അവളെ വ്യാപാര വസ്തുവായി തരം താഴ്ത്തിയിരിക്കുന്നു. ഓർക്കുക, ഒരുത്തനെ നിങ്ങൾ തരം താഴ്ത്തുമ്പോൾ നിങ്ങളും തരം താഴുകയാണ്, അല്ലാതെ നിങ്ങൾക്ക് അയാളുമായി വിനിമയം സാധ്യമാവുകയല്ല. വിവാഹം പ്രകൃതി വിരുദ്ധമാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഈ നിമിഷത്തെക്കുറിച്ച് മാത്രമേ നിങ്ങൾക്ക് നിശ്ചയമുള്ളൂ. നാളേക്കുള്ള എല്ലാ പ്രതിജ്ഞകളും അസത്യമാണ്. വിവാഹം ഒരു വാഗ്ദാനമാണ്. ജീവിതം മുഴുവൻ ഒന്നിച്ചുണ്ടാകുമെന്നും എന്നെന്നും സ്നേഹിക്കുമെന്നും അവസാന ശ്വാസം വരെ അന്യോന്യം ബഹുമാനിക്കുമെന്നുമൊക്കെയുള്ള വാഗ്ദാനം. നിരർത്ഥകമായ ഒട്ടേറെ ജൽപ്പനകളുടെ ഉപജ്ഞാതാക്കളായ പാതിരിമ പറഞ്ഞു, വിവാഹം സ്വർഗത്തിലാണ് നടക്കുന്നതെന്ന്. സ്വർഗത്തിൽ ഒന്നും നടക്കുന്നില്ല. സ്വർഗമെന്ന ഒന്നില്ല. സ്വന്തം പ്രകൃതത്തിന് നിങ്ങൾ ചെവി കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഏറെയും സ്വയം ബാഷ്പീകൃതമാകും. ശരീരശാസ്ത്രമനുസരിച്ച് സ്ത്രീയും പുരുഷനും പരസ്പരം ആകൃഷ്ടരാകുന്നു. എന്നാൽ ആ ആകർഷണം എന്നെന്നും അതേപോലെ നിലനിൽക്കുക സാധ്യമല്ല. സ്വന്തമാക്കുക എന്നത് ഒരു വെല്ലുവിളിയായി അനുഭവപ്പെടുന്നത് കൊണ്ടാണ് അതിൽ നിങ്ങൾ ആകൃഷ്ടരാകുന്നത്. സുന്ദരിയായ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ സുന്ദരനായ ഒരു പുരുഷനെ നിങ്ങൾ കാണുന്നു, അയാളിൽ അല്ലെങ്കിൽ അവളിൽ ആകൃഷ്ടരാകുന്നു. അതിൽ തെറ്റൊന്നുമില്ല. ഹൃദയമിടിപ്പ് കൂടുന്നതായി അനുഭവപ്പെടുന്നു. അവളോടൊപ്പം അല്ലെങ്കിൽ അവനോടൊപ്പം സമയം ചെലവഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ നിമിഷത്തെ ആകർഷണം അത്രയേറെ ശക്തമാണ്. അതുകൊണ്ട് എന്നെന്നും അവനോടൊത്ത് അല്ലെങ്കിൽ അവളോടൊത്ത് കഴിയാൻ ആഗ്രഹിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നു. കമിതാക്കൾ പരസ്പരം വഞ്ചിക്കുകയില്ല. അവർ സത്യമാണ് പറയുന്നത്. പക്ഷേ ആ സത്യം ആ നിമിഷത്തിനു മാത്രം അവകാശപ്പെട്ടതാണ്. എനിക്ക് നിന്നെ കൂടാതെ ജീവിക്കാനാവില്ലെന്ന് ഒരാൾ പറയുമ്പോൾ അത് വഞ്ചനയല്ല, സത്യമാണ്. പക്ഷേ അവൻ ജീവിതത്തിന്റെ പ്രകൃതം അറിയുന്നില്ല. നാളെ ഈ പെണ്ണ് ഇതേപോലെ സുന്ദരിയായിരിക്കില്ല. നാളുകൾ കഴിയുമ്പോൾ പെണ്ണിനും പുരുഷനും തോന്നി തുടങ്ങും തങ്ങൾ തടവിലാണെന്ന്. അവർ രണ്ടുപേരുടെയും ഭൂമിശാസ്ത്രം പരസ്പരം പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞു. തുടക്കത്തിൽ അത് പര്യവേഷണം ചെയ്യാനുള്ള ഒരു അപരിചിത ഭൂവിഭാഗമായിരുന്നു. ഇന്ന് അതിൽ കണ്ടെത്താനായി ഒന്നും തന്നെയില്ല. ഒരേ വാക്കുകളും ഒരേ ചെയ്തികളും എപ്പോഴും ആവർത്തിക്കുന്നത് യാന്ത്രികവും വിരൂപവുമായി തോന്നും. അപ്പോഴാണ് അനുരാഗം വെറുപ്പായി തീരുന്നത്. ഭർത്താവ് വീടിനകത്തേക്ക് കടക്കുമ്പോഴേക്കും ഭാര്യ തലവേദനയാണെന്ന് പറഞ്ഞ് കിടക്കാൻ പോകും. ആവർത്തന വിരസമായ ജ്വരത്തിലേക്ക് വീഴാതിരിക്കാനാണ് അവളുടെ ശ്രമം. അതുകാരണം ഭർത്താവ് ഓഫീസിലെ സെക്രട്ടറിയോട് ശൃംഗരിക്കും. അവളുടെ ശരീരം അയാൾക്ക് ഒരു അജ്ഞാത ഭൂവിഭാഗമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം സ്വാഭാവികമാണ്. അസ്വാഭാവികമായത് ആളുകളെ ദൈവത്തിന്റെയും മതത്തിന്റെയും പേരിൽ ജീവിതകാലം മുഴുവൻ ബന്ധനത്തിലാക്കുന്നതാണ്. കുറെ കൂടി ഉയർന്ന ബുദ്ധിപരതയുള്ള ലോകത്ത് ആളുകൾ തമ്മിൽ സ്നേഹിക്കും. എന്നാൽ ഉടമ്പടികളൊന്നും ഉണ്ടാവുകയില്ല. ഉടമ്പടി ചെയ്യാൻ സ്നേഹം വ്യവഹാരമല്ല. അവർ പരസ്പരം അറിയും. ജീവിതത്തിന്റെ വേലിയേറ്റങ്ങളും ഋതുഭേദങ്ങളും മനസ്സിലാക്കും. അവർ അന്യോന്യം സത്യസന്ധരായിരിക്കും. തന്റെ ഓമന തനിക്ക് ആനന്ദം നൽകുന്നില്ലെന്ന് അനുഭവപ്പെടുന്ന നിമിഷം അവർ പറയും, വേർപിരിയാൻ സമയമായെന്ന്. വിവാഹമില്ല, വിവാഹമോചനവുമില്ല. അപ്പോൾ സൗഹൃദം സാധ്യമാകുന്നു. നിങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ആണിനും പെണ്ണിനും തമ്മിൽ സൗഹൃദം സാധ്യമാകാത്തതെന്ന്? ജയിലർക്കും തടവുപുള്ളിക്കുമിടയിൽ സൗഹൃദം സാധ്യമല്ല. തുല്യതയുള്ളവർ തമ്മിലേ സൗഹൃദം സാധ്യമാകൂ. സമൂഹത്തിന്റെയും സംസ്കാരത്തിന്റെയും നാഗരികതയുടെയുമായ എല്ലാ വിലക്കുകളിൽ നിന്നും മോചിതരായ തങ്ങളുടെ യഥാർത്ഥ പ്രകൃതത്തോട് സത്യസന്ധരായ തുല്യരായ മനുഷ്യാത്മാക്കൾ തമ്മിൽ സൗഹൃദം സാധ്യമാണ്. അപ്പോൾ ഓമനെ മധുവിധു അവസാനിച്ചിരിക്കുന്നു എന്ന് പെണ്ണിനോട് പറയുന്നത് അവളെ അപമാനിക്കലാവുകയില്ല. ഇനി മുതൽ കാര്യങ്ങൾ സുന്ദരമായിരിക്കില്ല. നമുക്കിടയിൽ വീശിയിരുന്ന ആ ഇളം കാറ്റ് ഇപ്പോൾ ഇല്ല. ഋതുക്കൾ മാറിയിരിക്കുന്നു. നമുക്കിടയിലെ വസന്തം അവസാനിച്ചിരിക്കുന്നു. പൂക്കളൊന്നും വിരിയുന്നില്ല. പരിമളം തെല്ലും പരക്കുന്നില്ല. പിരിയാൻ കാലമായിരിക്കുന്നു എന്ന് പെണ്ണ് പുരുഷനോട് പറയുമ്പോൾ അത് പുരുഷനെ അപമാനിക്കലാകുന്നില്ല. വിവാഹം എന്ന നിയമപരമായ ബന്ധനമില്ലാത്തതിനാൽ വിവാഹമോചനവും ആവശ്യമില്ല. കോടതിയും നിയമവും ഭരണകൂടവും ഒക്കെ എത്ര മ്ലേച്ഛമായാണ് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടുന്നത്. ആദ്യം അവരുടെ അനുവാദം വാങ്ങിക്കണം. ആരാണവർ? ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കാര്യമാണ്, അവരുടെ സ്വകാര്യ കാര്യം. അങ്ങനെയുള്ള ബന്ധത്തിൽ സ്നേഹിതർ മാത്രമേ ഉണ്ടാകൂ. ഭാര്യയും ഭർത്താവും ഉണ്ടാകില്ല. സൗഹൃദം മാത്രമാകുമ്പോൾ അഭിനിവേശം ഒരിക്കലും വെറുപ്പായി പരിണമിക്കില്ല. അഭിനിവേശം അപ്രത്യക്ഷമായി തുടങ്ങുന്ന നിമിഷം നിങ്ങൾ വിട പറയും. അത് പരസ്പരം മനസ്സിലാക്കുകയും ചെയ്യും. അത് വേദനിപ്പിക്കുന്നതാണെങ്കിൽ കൂടി അതിലൊന്നും ചെയ്യാനില്ല. അത് ജീവിതത്തിന്റെ രീതിയാണ്. എന്നാൽ മനുഷ്യൻ സമൂഹം സൃഷ്ടിച്ചു. സംസ്കാരങ്ങളും നാഗരികങ്ങളും സൃഷ്ടിച്ചു. നിയമങ്ങളും നിബന്ധനകളും ഉണ്ടാക്കി. അങ്ങനെ മനുഷ്യരാശിയെ തന്നെ അസ്വാഭാവികമാക്കി. അതുകാരണമാണ് സ്ത്രീക്കും പുരുഷനും സ്നേഹിതരാവാൻ കഴിയാതെ വരുന്നത്. അതിനാൽ അവർ ഭാര്യയും ഭർത്താവുമായി. പരസ്പരം അധീശത്വത്തിനുള്ള ശ്രമമായി. ആളുകൾ വസ്തുക്കളല്ല. നിങ്ങൾക്ക് അവരുടെ മേൽ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാനാവില്ല. നിങ്ങളുടെ ഭാര്യ സുന്ദരിയാണെന്ന് കണ്ട് ഞാൻ അവളെ സമീപിച്ചാൽ നിങ്ങൾക്ക് ദേഷ്യം വരും. നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാകും. കാരണം ഞാൻ നിങ്ങളുടെ സ്വകാര്യ സ്വത്തിനെ സമീപിച്ചിരിക്കുന്നു. ഒരു ഭാര്യയും ആരുടെയും സ്വകാര്യ സ്വത്തല്ല. ഇതെന്തൊരു ലോകമാണ് നിങ്ങൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ആളുകളെ വസ്തുക്കളായി
വസ്തുക്കളാക്കിയിരിക്കുന്നു. കൂടാതെ അസൂയ, പക. നിങ്ങൾക്കറിയാം നിങ്ങൾ അയൽക്കാരന്റെ ഭാര്യയിൽ ആകൃഷ്ടനാണെന്ന്. സ്വാഭാവികമായി നിങ്ങളുടെ ഭാര്യയുടെ കാര്യത്തിലും നിങ്ങൾക്ക് അങ്ങനെ ഊഹിക്കാം. നിങ്ങളുടെ ഭാര്യയ്ക്ക് നന്നായി അറിയാം അവൾ മറ്റൊരാളിൽ ആകൃഷ്ടയാണെന്ന്. എന്നാൽ അവൾക്ക് അയാളെ സമീപിക്കാൻ വയ്യ. ഭർത്താവുള്ളത് കാരണം അയാൾ തോക്കേന്തി നിൽക്കുകയാണ്. ഇവിടെ പ്രണയം പകയാവുക അനിവാര്യം. ജീവിതം മുഴുവൻ ആ പക കൂടിക്കൊണ്ടിരിക്കും. ഇത്തരം വെറുപ്പിൽ നിന്ന് മിടുക്കരായ സന്താനങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഭാര്യയും വേശിയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അഥവാ ഉണ്ടെങ്കിൽ അത് സ്വന്തം കാറിൽ സഞ്ചരിക്കുന്നതും ടാക്സിയിൽ സഞ്ചരിക്കുന്നതും പോലെ മാത്രമാണ്. വേശയെ ഏതാനും മണിക്കൂറുകളിലേക്ക് നിങ്ങൾ വിലക്കെടുക്കുന്നു. ഭാര്യയെ ദീർഘകാലാടിസ്ഥാനത്തിലും. അത് സാമ്പത്തിക ലാഭമുള്ള കാര്യമാണ്. രാജകുടുംബങ്ങൾക്ക് കുടുംബത്തിന്റെ പുറത്തുനിന്ന് വിവാഹം ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നില്ല. അന്തസ്, മാനം, സമ്പത്ത്, അധികാരം, ഇത്തരം സാഹചര്യങ്ങളിൽ ആർക്കും ആരോടും സ്നേഹമുണ്ടാകുകയില്ല. സ്ത്രീ പുരുഷനെ ആശ്രയിക്കുന്നു. കാരണം പുരുഷനാണ് വരുമാനമുള്ളത്. നൂറ്റാണ്ടുകളായി പുരുഷൻ സ്ത്രീയെ വിദ്യ അഭ്യസിക്കാനോ വ്യാപാരം ചെയ്യാനോ ജോലിയെടുക്കാനോ അനുവദിച്ചില്ല. അവൾക്കും നിങ്ങളെപ്പോലെ സ്വന്തമായി വരുമാനവും സ്വന്തം ബാങ്ക് അക്കൗണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവളെ ഉരുപ്പടിയായി ചെറുതാക്കാനാവില്ല. അതുകൊണ്ട് അവർ നിങ്ങളെ ആശ്രയിക്കണം. നിങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരാൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എല്ലാ സ്ത്രീകളും ഭർത്താക്കന്മാരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നവരാണ്. അവൾ കൊല്ലുന്നില്ല എന്നത് മറ്റൊരു കാര്യം. കൊന്നാൽ പിന്നെ അവൾ എന്തു ചെയ്യും? അവൾക്ക് വിദ്യാഭ്യാസമില്ല, വരുമാനമില്ല, സാമൂഹിക കാര്യങ്ങളിൽ പരിജ്ഞാനവുമില്ല. എല്ലാ പുരുഷന്മാർക്കും ഞാൻ ആരെയും ഒഴിവാക്കുന്നില്ല. അവരുടെ ഭാര്യമാരെ ഒഴിവാക്കി കിട്ടണം. പക്ഷേ അതിനാവുന്നില്ല. കുട്ടികളുണ്ട്. അവളെ സ്നേഹിക്കുന്നുവെന്ന് 1000 തവണ ഏറ്റു പറഞ്ഞിട്ടുമുണ്ട്. ജോലിക്ക് പോകുമ്പോൾ അവനവളെ ഉമ്മ വെക്കുന്നു. അതിൽ സ്നേഹമില്ല. അസ്ഥികൂടങ്ങൾ പരസ്പരം സ്പർശിക്കുന്നു. അതിൽ ആളില്ല. ആണിനും പെണ്ണിനും സ്നേഹിക്കാതിരിക്കാൻ കഴിയുന്ന അസാധ്യമായ ഒരു സമൂഹമാണ് മനുഷ്യൻ സൃഷ്ടിച്ചത്. ഓർക്കുക, സൗഹൃദം വളരെ വിലപ്പെട്ടതാണ്. പ്രത്യാഘാതങ്ങൾ എന്തു തന്നെയായാലും ഭാര്യയോടും ഭർത്താവിനോടുമുള്ള സൗഹൃദം നിലനിർത്തുക. പരസ്പരം പരിപൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിക്കുക. ഞാൻ ഒരുത്തിയെ സ്നേഹിക്കുന്നു, അവൾ ഒരു ദിവസം വന്ന് താൻ മറ്റൊരുത്തനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ എനിക്ക് വലിയ സന്തോഷം തോന്നും. ഞാൻ അവളെ സ്നേഹിക്കുന്നു. അവളുടെ സന്തോഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവൾക്ക് കൂടുതൽ സന്തോഷം ലഭിക്കാൻ സാധ്യമായതെല്ലാം ഞാൻ ചെയ്യും. അവൾ മറ്റൊരാളുമൊത്ത് കൂടുതൽ സന്തുഷ്ടയാണെന്ന് വരികിൽ അതെന്നെ എന്തിനു മുറിപ്പെടുത്തുന്നത് നിങ്ങളുടെ ഈഗോയാണ്, നിങ്ങളുടെ അഹങ്കാരമാണ്. അവൾ തന്നേക്കാൾ മെച്ചപ്പെട്ട ഒരുത്തനെ കണ്ടെത്തിയിരിക്കുന്നു. മെച്ചമായതുകൊണ്ടാവണമെന്നില്ല. അവൻ നിങ്ങളുടെ വണ്ടിക്കാരനായിരിക്കാം. ഒരു മാറ്റത്തിനു വേണ്ടിയാകാം. നിങ്ങൾ പരിപൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ജീവിതാന്ത്യം വരെ നിങ്ങൾക്ക് ഒരുമിച്ച് കഴിയാനാകും. കാരണം പരസ്പരം ഒഴിവാക്കേണ്ട പ്രശ്നം ഉദിക്കുന്നില്ല. പരസ്പരം ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യം സൃഷ്ടിച്ചത് വിവാഹമാണ്. കാരണം വിവാഹം സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തലാണ്. സ്വാതന്ത്ര്യമാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മൂല്യവത്തായ വസ്തു. അതുകൊണ്ട് എല്ലാ ദമ്പതികളെയും സ്വതന്ത്രരാക്കുക. അപ്പോൾ ഈ ലോകം സ്വർഗമാകും. പ്രശ്നങ്ങൾ വേറെയുമുണ്ട്. കുട്ടികൾ, അവരെ എന്തു ചെയ്യും? എന്റെ ഉത്തരം, കുട്ടികൾ അച്ഛനമ്മമാർക്ക് അവകാശപ്പെട്ടതാവരുത് എന്നാണ്. അവർ ഗ്രാമസമൂഹത്തിന്റെ ഭാഗമായിരിക്കണം. അപ്പോൾ പ്രശ്നമില്ല. മാതാപിതാക്കൾക്ക് കുട്ടികളെ കാണാം, അവരെ വിരുന്നിന് വിളിക്കാം, അവർക്ക് പരസ്പരം സുഹൃത്തുക്കളായിരിക്കാം. ഒരു കുട്ടി തന്റെ അമ്മയെ മാത്രമേ അറിയൂ എന്നാണെങ്കിൽ അമ്മയുടെ വ്യക്തിത്വം അവനെ മുദ്രണം ചെയ്യപ്പെടും. പിന്നീട് ജീവിതം മുഴുവൻ അവൻ തേടുക അമ്മയെ പോലുള്ള ഒരു പെണ്ണിനെയാണ്. അങ്ങനെ ഒരുത്തിയെ അവൻ ഒരിക്കലും കണ്ടുമുട്ടില്ല. ഒരു പെൺകുട്ടിക്ക് തന്റെ അച്ഛന്റെ അതേപോലുള്ള മറ്റൊരുത്തനെ ഒരിക്കലും കാണാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ഒരു സ്ത്രീയിലും ഒരു പുരുഷനിലും ആരും തൃപ്തരാകുന്നില്ല. കുട്ടികൾ കമ്മ്യൂണിന്റെ ഭാഗമാകുമ്പോൾ അവർ ധാരാളം അമ്മമാരും അച്ഛന്മാരുമായി ഇടപഴകും. അവർ മനസ്സിൽ ഏകശിലാരൂപം കൊണ്ട് നടക്കില്ല. അവർക്ക് ആണിനെക്കുറിച്ചും പെണ്ണിനെക്കുറിച്ചും ഉള്ളത് അവ്യക്ത ധാരണകൾ മാത്രമായിരിക്കും. ആ ധാരണയ്ക്ക് കമ്മ്യൂണിലെ ധാരാളം ആളുകൾ ആധാരമായിട്ടുണ്ടാകും. അത് വിവിധ തലത്തിലുള്ളതാകും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കണ്ടെത്താനാകും. കാരണം നിങ്ങൾ തിരയുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആമൂർത്ത ധാരണയേ ഉള്ളൂ. നിങ്ങൾ കണ്ടെത്തുന്ന വ്യക്തി നിങ്ങളുടെ ആമൂർത്ത ധാരണയെ മൂർത്തമാക്കിക്കൊള്ളും. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ളത് മൂർത്തമായ ധാരണയാണ്. നിങ്ങൾ കണ്ടെത്തിയത് അവ്യക്തമായ വ്യക്തിയെയാണ്. ഉടനെ അല്ലെങ്കിൽ വൈകാതെ നിങ്ങൾ നിരാശരാകും. കമ്മ്യൂണിന്റെ ഭാഗമായ കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കും, മനസ്സിലാക്കും, കൂടുതൽ സൗഹൃദമുള്ളവരായിരിക്കും, എല്ലാത്തരം സ്വാധീനങ്ങളും സ്വീകരിക്കാൻ സജ്ജരായിരിക്കും. അവർ കൂടുതൽ സമ്പന്നരാകും. അച്ഛനും അമ്മയും വളർത്തി വലുതാക്കുന്ന കുട്ടി സത്യത്തിൽ വളരെ ദരിദ്രനാണ്. വ്യത്യസ്തമായ മനസ്സും വ്യത്യസ്ത സൗന്ദര്യവുമുള്ള കോടിക്കണക്കിന് മനുഷ്യരുണ്ടെന്ന് അവൻ അറിയുന്നില്ല. എന്നാൽ കമ്മ്യൂണിൽ ജീവിക്കുന്ന കുട്ടി മറ്റൊരാളുമൊത്ത് ജീവിക്കാൻ തുടങ്ങുന്നതിന് മുൻപേ ധാരാളം മനസ്സിലാക്കിയതുകൊണ്ട് ആ ബന്ധം സുദീർഘമായിരിക്കാൻ എല്ലാ സാധ്യതകളുമുണ്ട്. ഇപ്പോൾ നടക്കുന്നത് എന്താണ്? ഇപ്പോൾ കടപ്പുറത്ത് വെച്ചോ പാർക്കിൽ വെച്ചോ ഒരു പെൺകുട്ടിയെ കാണുന്നു. അവളോട് അനുരാഗം തോന്നുന്നു. അവളെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല. അവളുടെ മേക്കപ്പ് മാത്രമേ നിങ്ങൾക്കറിയൂ. അടുത്ത ദിവസം കാലത്ത് എഴുന്നേൽക്കുമ്പോൾ മേക്കപ്പ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ പറയും, ഈശ്വര, ഞാൻ എന്താണ് ഈ ചെയ്തത്? ഞാൻ വിവാഹം ചെയ്തത് ഇതിനെയല്ല, ഇത് മറ്റൊരാളാണ്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകൾക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങളെ ഇരുത്തേണ്ടിടത്ത് ഇരുത്താൻ നിയമമുണ്ട്, കോടതിയുണ്ട്, ഭരണകൂടമുണ്ട്. ഇത് വളരെ നീചമായ ഒരു അവസ്ഥയാണ്, ആതുരാവസ്ഥയാണ്. ആളുകൾക്ക് പരസ്പരം അറിയാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കണം. കഴിയാവുന്നത്ര ആളുകളെ അറിയാനുള്ള സ്വാതന്ത്ര്യം. കാരണം ഓരോ വ്യക്തിയും അതുല്യനാണ്. താരതമ്യത്തിന്റെ പ്രശ്നമില്ല. കുട്ടി പല ഉറവകളിൽ നിന്നും ജലപാനം ചെയ്യട്ടെ. അപ്പോൾ അവന് തന്റെ പങ്കാളിയാകാൻ യോജിച്ചത് ആരാണെന്നതിനെ കുറിച്ച് ഏതാണ്ടൊരു ഉൾക്കാഴ്ച ഉണ്ടാകും. ആരും പ്രണയത്തിൽ അകപ്പെടുകയില്ല. എല്ലാവരും ഇതാണ് തനിക്ക് വേണ്ടതെന്ന് ബോധപൂർവ്വം നിശ്ചയിക്കുകയാണ്. ധാരാളം പേരെ അടുത്തറിയുന്നത് കൊണ്ട് അവനറിയാം താൻ തിരയുന്ന ഗുണങ്ങളുള്ള വ്യക്തി ഇതാണെന്ന്. അത് കേവലം സുഹൃത്ത് ബന്ധം മാത്രമാണ് താനും. നാളെ കാര്യങ്ങൾ മാറുകയാണെങ്കിൽ ദോഷമൊന്നുമില്ല, ഭയവും വേണ്ട. സമൂഹം ഒരു ആയിരിക്കരുത്. ഉറച്ച, അനങ്ങാത്ത, മാറാത്ത വിധത്തിലായിരിക്കരുത് ജീവിക്കേണ്ടത്. ജീവിതം എപ്പോഴും മുമ്പോട്ടുള്ള ഒരു വേലിയേറ്റമായിരിക്കണം. നിങ്ങൾക്ക് ഒരു പെണ്ണിന് ഒരു തരത്തിലുള്ള ആനന്ദം നൽകാനും മറ്റൊരു പെണ്ണിന് മറ്റൊരു തരത്തിലുള്ള ആഹ്ലാദം നൽകാനാകും. മൂന്നാമതൊരുത്തി നിങ്ങൾക്ക് ഒരു വിസ്മയമായിരിക്കും. അതുകൊണ്ട് എന്തിന് ദരിദ്രനായിരിക്കും കഴിയുന്നു? ദരിദ്രൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് യേശു പറഞ്ഞതുകൊണ്ടോ?
എല്ലാ നിലയ്ക്കും സമ്പന്നരാകുക. സ്വയം എപ്പോഴും തുറന്നതും ലഭ്യവുമാക്കി നിർത്തുക. നിങ്ങൾ ആരോടൊപ്പമാണെങ്കിലും അയാൾ വ്യക്തമായി മനസ്സിലാക്കട്ടെ നിങ്ങളെ തമ്മിൽ ബന്ധിക്കുന്നത് സ്വാതന്ത്ര്യമാണെന്ന്, വിവാഹമല്ലെന്ന്. സ്വാതന്ത്ര്യത്തിൽ പരസ്പരം അടുക്കുന്നു, ഭാവിയെക്കുറിച്ച് ഒരു വാഗ്ദാനവുമില്ലാതെ ഒന്നിക്കുന്നു. ഭാവി എന്താണെന്ന് ആർക്കറിയാനാകും? ഞാൻ യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റർ ബിരുദത്തിൽ അവസാന വർഷം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഒരു പെൺകുട്ടിക്ക് എന്നിൽ കലശലായ താല്പര്യമുണ്ടായിരുന്നു. അവൾ അതിസുന്ദരിയായിരുന്നു. എന്നാൽ എന്റെ താല്പര്യം സൗന്ദര്യത്തിലായിരുന്നില്ല. ഞാൻ ദൈവത്തെ തേടിയുള്ള ഉന്മാദത്തിലായിരുന്നു. പരീക്ഷ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി വിടുന്ന സമയം ഞാൻ സമീപിക്കുമെന്ന് കരുതി അവൾ കാത്തുനിന്നു. അവൾ കാത്തുനിൽക്കുന്നുവെന്ന് എനിക്കറിയാമായിരുന്നു. അതാണ് പതിവ് രീതി. പുരുഷൻ സ്ത്രീയെ സമീപിക്കണം, സ്ത്രീ പുരുഷനെ സമീപിക്കുന്നത് ഉചിതമല്ല. വിചിത്രമായ വാദമാണത്. എനിക്ക് മനസ്സിലാകുന്നില്ല. ആര് തന്നെ സമീപിച്ചാലും അതിൽ കുലീനത്വമുണ്ട്. ആര് തന്നെ തുടക്കമിട്ടാലും അതിൽ ധീരതയുണ്ട്. യാത്ര ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞു, ഇനി അവസരമില്ല. കഴിഞ്ഞ 2 വർഷമായി നിത്യവും ഞാൻ പ്രതീക്ഷിക്കുകയായിരുന്നു, ഇനിയുള്ള ജീവിതം നമുക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ എന്റെ പാട്ടിന് വിടുക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നിന്നെ നിന്റെ പാട്ടിന് വിടുന്നു. കാരണം സ്നേഹത്തിന്റെ പേരിൽ നടക്കുന്നത് എന്തെന്ന് എനിക്കറിയാം. ആളുകൾ ബന്ദികളാവുന്നു, തളയ്ക്കപ്പെടുന്നു. അവർക്ക് എല്ലാ ആഹ്ലാദവും നഷ്ടമാകുന്നു. ജീവിതം ഒരു ഭാരമാകുന്നു. അതുകൊണ്ട് പിരിയുന്ന നേരത്ത് എന്റെ ഉപദേശം ഇതാണ്: ജീവിതം മുഴുവൻ ഒരുത്തനിൽ കടിച്ചു തൂങ്ങാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഇന്ന് 2 പേർ തങ്ങളുടെ ഇഷ്ടപ്രകാരം ഒന്നിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ധാരാളമാണ്. നാളെയും അവർ ഒന്നിച്ച് ജീവിക്കുന്നുവെങ്കിൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായ കാര്യം, ആരും അതിൽ ഇടപെടരുത്. കുട്ടികളുണ്ടെങ്കിൽ അവർ കമ്മ്യൂണിൽ വളരട്ടെ. അവർക്ക് അച്ഛനമ്മമാരുടെ അടുത്ത് അവർ ഒന്നിച്ചായാലും വേർപിരിഞ്ഞവരായാലും പോകാം. കുട്ടികൾ അവരുടെ അച്ഛനമ്മമാരിൽ നിന്ന് പഠിക്കട്ടെ. സ്നേഹം അടിമത്തമല്ല, സ്വാതന്ത്ര്യമാണെന്ന്. അങ്ങനെ വിവിധ വ്യക്തികളിൽ നിന്ന് വ്യത്യസ്ത ഗുണങ്ങൾ രുചിച്ച് അനുഭവിച്ച് അവർ വളരട്ടെ. അങ്ങനെ വളരുന്ന അവർ തീരുമാനമെടുക്കുമ്പോൾ അത് ഒരു വിവേകരഹിതമായ പ്രണയത്തിൽ വീഴലാവില്ല. വളരെ ആലോചിച്ചും അപഗ്രന്ഥിച്ചും ധ്യാനിച്ചുമുള്ള ഒരു കൃത്യമായിരിക്കും. ജീവിതം മുഴുവൻ അവർ ഒന്നിച്ച് സ്നേഹത്തോടെ ജീവിച്ചെന്ന് വരും. സത്യത്തിൽ സ്വതന്ത്രമുണ്ടെങ്കിൽ കൂടുതൽ പേരും ഒരുമിച്ച് തന്നെ ജീവിക്കും. വിവാഹമില്ലാതായാൽ വിവാഹമോചനം സ്വയം ഇല്ലാതാവും. വിവാഹമോചനം വിവാഹത്തിന്റെ ഉപഫലമാണ്. ഈ ലളിതമായ കാര്യം ആരും പക്ഷേ കാണാൻ കൂട്ടാക്കുന്നില്ല. വേശ്യകൾ എന്തുകൊണ്ടാണ് നൂറ്റാണ്ടുകളായി സമൂഹത്തിൽ നിലനിൽക്കുന്നത്? ആരാണ് അവരെ സൃഷ്ടിച്ചത്? ആരാണ് അതിന് ഉത്തരവാദി? വിവാഹം എന്ന ആചാരമാണ് അതിന് ഉത്തരവാദി. ഭാര്യയെ നിങ്ങൾക്ക് മടുത്തു. ഒരു മാറ്റത്തിന് വേണ്ടി നിങ്ങൾ മറ്റൊരുത്തിയെ പ്രാപിക്കുന്നു. അവൾ നിങ്ങൾക്കൊരു ബന്ധനമോ ഭാരമോ ആവുകയില്ല. വെറും താൽക്കാലികമായ ഏതാനും മണിക്കൂറുകളിലെ ബന്ധം. കുറച്ചു നേരത്തേക്ക് നിങ്ങൾ നിങ്ങളെ സുന്ദരിയായും സ്നേഹമതിയായും നിർത്താം. അതിന് പ്രതിഫലവും ലഭിക്കും. ലോകമാകെ കോടിക്കണക്കിന് സ്ത്രീകളെ ശരീരം വിൽക്കുന്നവരാക്കി തീർത്തിരിക്കുകയാണ്. ആരാണത് ചെയ്തത്? നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കൾ, മത നേതാക്കൾ. ഇവരെ കുറ്റവാളികളായാണ് ഞാൻ കാണുന്നത്. സാധാരണ കുറ്റവാളികളല്ല, നൂറ്റാണ്ടുകളായി മനുഷ്യരാശിയെ കഷ്ടപ്പാടിലാക്കിയ കൊടിയ കുറ്റവാളികൾ. നിങ്ങൾ നിങ്ങളിൽ നിന്ന് തുടങ്ങണം. മറ്റൊരു മാർഗമില്ല. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളെ ബന്ധിപ്പിക്കുന്ന കണ്ണി സ്വാതന്ത്ര്യമായിരിക്കും. നിങ്ങളുടെ പെണ്ണ് നാളെ മറ്റൊരുത്തനെ ആലിംഗനം ചെയ്യുന്നത് കണ്ടാൽ അസൂയ തോന്നേണ്ടതില്ല. അവൾ കൂടുതൽ സമ്പന്നയായിരിക്കുകയാണ്. അവൾ ഒരൽപ്പം പുതുമ നുണയുകയാണ്. നിങ്ങൾ ഇടയ്ക്ക് ചൈനീസ് റെസ്റ്റോറന്റിൽ പോകുന്നത് പോലെ അത് നല്ലതാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭക്ഷണത്തിലേക്ക് തിരിച്ചു വരും. പക്ഷേ ചൈനീസ് ഭക്ഷണം നിങ്ങളുടെ ഭക്ഷണം കൂടുതൽ രുചിയോടെ ആസ്വദിക്കാൻ പഠിപ്പിച്ചു. 5 മിനിറ്റ് കൂടി ഉണ്ട്. കൂടുതൽ കഴിയുന്നത് 2 കാര്യം കൂടി ഉള്ളൂ. രുചിയോടെ ആസ്വദിക്കാൻ പഠിപ്പിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം നിങ്ങൾ വീണ്ടും പോകുന്നു. ഇത്തവണ ഇറ്റാലിയൻ റെസ്റ്റോറന്റിലേക്ക് സ്പാഗറ്റി രുചിക്കാൻ. അങ്ങനെയാണ് മകസിന്റെ വഴി. ജീവിതം വളരെ ലളിതവും സുന്ദരവുമാണ്. ഒന്നിന്റെ മാത്രം അഭാവമുണ്ട്: സ്വാതന്ത്ര്യത്തിന്റെ. നിങ്ങളുടെ ഭാര്യ മറ്റൊരുത്തന്റെ കൂടെയാണെങ്കിൽ അവൾ തിരിച്ചെത്തുക കൂടുതൽ സമ്പന്നയായിട്ടായിരിക്കും, കൂടുതൽ ഉൾക്കാഴ്ചയോടെ ആയിരിക്കും. നിങ്ങളിൽ അതുവരെ കാണാതിരുന്ന ഒട്ടേറെ ഗുണങ്ങൾ അവൾ കണ്ടെത്തും. അതിനിടെ നിങ്ങളിരുന്ന് വെറുതെ തല തല്ലി പൊളിക്കേണ്ട. നിങ്ങൾക്കും അനുഭവം നേടാം. നിങ്ങളും ചൈനീസ് റെസ്റ്റോറന്റിൽ പോകുക. നിങ്ങളുടെ പെണ്ണ് തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങൾക്കും പുതിയൊരാളാകാം. ജീവിതം ആനന്ദമായിരിക്കണം, ഉത്സവമായിരിക്കണം. അപ്പോൾ മാത്രമേ ആണിനും പെണ്ണിനുമിടയിൽ സൗഹൃദം ഉണ്ടാകൂ. അല്ലെങ്കിൽ അവർ നിത്യശത്രുക്കളായിരിക്കും. ഓക്കെ, 51 പേജ് വരെ നമ്മൾ വായിച്ചിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയത് 43-ാമത്തെ പേജിൽ നിന്ന് നമ്മൾ 51-ാമത്തെ പേജിലേക്ക് എത്തിയിട്ടുണ്ട്. സോ അടുത്ത ദിവസം നമ്മൾ ഈ ബുക്കിന്റെ പകുതിയോളം വായിച്ചു. അടുത്ത ദിവസം ഞാൻ എന്ത് മനസ്സിലാക്കി, എന്താണ് ഇതിന്റെ ഒരു ഹാഫ് പോർഷൻ എന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമന്റ് സെക്ഷനിൽ എന്നെ ബോധ്യപ്പെടുത്താം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രം സ്നേഷാം വ്ലോഗ്. ടാറ്റാ.